കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പിളർപ്പ് ഉറപ്പായി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കും. ഫ്രാൻസിസ് ജോർജിനെ കൂടാതെ ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, ഡോക്ടർ കെ.സി. ജോസഫ്, പി.സി. ജോസഫ് എന്നിവരും നേതൃനിരയിൽ എത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പിളർപ്പുറപ്പാക്കി പ്രബല നേതാക്കൾ പാർട്ടി വിടുന്ന കാര്യത്തിൽ ധാരണയിലെത്തി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, കെ.സി. ജോസഫ്, പി.സി. ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതോടെ മാണി ഗ്രൂപ്പിനുള്ളിലെ ജോസഫ് വിഭാഗം ദുർബലമാകും. വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിൽ തുടരുക. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു, ജോസ് കെ മാണിക്ക് വേണ്ടി പ്രധാന നേതാക്കളെ അവഗണിക്കുന്നു, ഇനി തുടരാനാകില്ല എന്ന നിലപാടാണ് പുറത്തുവരുന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രത്യേക ഘടകകക്ഷിയായി UDF-ൽ തുടരാനുള്ള ശ്രമം ജോസഫ് വിഭാഗം നടത്തിയിരുന്നെങ്കിലും മാണി അനുവദിച്ചില്ല. UDF നേതൃത്വത്തിൽ KM മാണി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ച് UDF വിടാനുള്ള ജോസഫ് വിഭാഗം നേതാക്കളുടെ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP കോൺഗ്രസ് വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന് വഴിയൊരുങ്ങുന്നുവെന്ന് CPIM പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ. അതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനുള്ള തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പ്രശംസിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. MLA സ്ഥാനം രാജിവെച്ച് കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച RSP ലെനിനിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. വെള്ളാപ്പള്ളിയും കോൺഗ്രസും BJPയും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് കേരളത്തിൽ കളമൊരുക്കുന്നതായും അതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പ്രശംസിച്ചതെന്നും പിണറായി പറഞ്ഞു. RSSനെ പ്രീണിപ്പിക്കാൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വലിയ ശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു കൈത്താങ് വേണം എന്ന ചിന്തയാണ് ഈ പ്രീണനത്തിനിടയാക്കുന്നത്. അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കേണ്ട. ഒരു ബാന്ധവം ഏതു തരത്തിൽ സ്ഥാപിക്കാനാകും എന്നതിന് രഹസ്യമായ ഒട്ടേറെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുന്നിൽ നിൽക്കാൻ താൻ തയ്യാർ എന്ന പ്രഖ്യാപനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജീർണതയുടെ പര്യായമായ UDF-ൽ നിന്നും പുറത്തുവരാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുന്നതായി പിണറായി പറഞ്ഞപ്പോൾ പ്രവർത്തകർ കരഘോഷം മുഴക്കി. കോവൂർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു, ജോർജ് സെബാസ്റ്റ്യൻ, തോപ്പിൽ സായി, അമ്പലത്ര ശ്രീധരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജനം UDF-ൽ കീറാമുട്ടിയാകുന്നു. കൊല്ലത്ത് ഘടകകക്ഷികളിൽ RSPക്ക് മാത്രമേ സീറ്റ് നൽകൂവെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. 11 മണ്ഡലങ്ങളിൽ 3 സീറ്റ് RSPക്കും 8 സീറ്റ് കോൺഗ്രസിനുമാണെന്ന് DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ UDF-ൽപ്പെട്ട 3 കക്ഷികൾ, RSPക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തും അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ്, അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാവുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ UDF-നും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കമുണ്ടാക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി മുസ്ലിം ലീഗും പിടിമുറുക്കുന്നു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റിടത്ത് തിരിച്ചു ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ UDF-ന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണ കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 1980 2 മണ്ഡലത്തെ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം, ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല.
അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടുത്തിട്ടു. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDF-ൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇരവിപുരം സീറ്റ് വിട്ടു നൽകുന്ന കാര്യം UDF-ൽ ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം UDF ആണ് ചർച്ച ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. UDF-ൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDF-ൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ U. പുറത്തുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറണമെന്ന് ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും പാർട്ടി നേതാവ് വർഗീസ് ജോർജ് പീപ്പിളിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDF-ൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടിക്ക് കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം പിന്നീട് അറിയിക്കാമെന്ന് VS അച്യുതാനന്ദൻ. മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു VS. തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച നടക്കാൻ പോണ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കർദിനാൾ മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ. സംവരണത്തിൽ വാഗ്ദാനം നൽകി ഉമ്മൻചാണ്ടി വഞ്ചിച്ചു. കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ UDF മുട്ടുമടക്കി. നീതി നിഷേധിക്കപ്പെട്ടവന്റെ പക്കൽ ഇപ്പോഴും വോട്ടവകാശമുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെടുമങ്ങാട് വൈദിക ജില്ലാ സഭാസംഗമത്തിൽ സംസാരിക്കുകയാണ് മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവ. ക്രിസ്ത്യൻ നാടാർ സംവരണ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത നാടാർ സമുദായ സംവരണം നടപ്പാക്കാതെ സർക്കാർ കടുത്ത വാഗ്ദാന ലംഘനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണമില്ലാത്തവരെ വഞ്ചിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിന്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. കോർപ്പറേറ്റുകളുടെയും സംഘടിത ശക്തികളുടെയും മുന്നിൽ എല്ലാം മറക്കുന്ന ഉമ്മൻചാണ്ടി പാവങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് മറക്കരുതെന്നും കാതോലിക്ക ബാവ ആഞ്ഞടിച്ചു. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്.
സംവരണത്തിനായി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടിയുണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട അദ്ദേഹം ഇല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഓർമ്മിപ്പിച്ചു. നീതി കിട്ടിയില്ലെങ്കിൽ വോട്ടിന്റെ വില യഥാസമയം കാണിച്ചു കൊടുക്കണമെന്ന സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്താണ് കാതോലിക്ക ബാവ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യത്തെ അനുകൂലിക്കുന്നവർക്ക് വോട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പ് സൂസപാക്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദ്യനയം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർവകലാശാലകളെ RSS കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇടത് വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്ന് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. അടുത്ത മാസം 27-ന് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കും. രാജ്യത്തിന് വിനാശകരമായ രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംഘപരിവാർ അജണ്ടകൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇടത് യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തു. ഡിവൈഎഫ്ഐ, AIYF, RYF, AIYL, RYA അടക്കമുള്ള ഇടത് യുവജന സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധം നടത്തുന്നത്. ചന്ദ്രശേഖർ ആസാദിന്റെ രക്തസാക്ഷിത്വ ദിനമായ ഫെബ്രുവരി 27-ന് രാജ്യവ്യാപക പ്രതിഷേധ സമരം ആരംഭിക്കും. സർവകലാശാലകളെ RSS കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള സർക്കാർ ശ്രമം നടപ്പാകില്ലെന്ന് ഇടത് യുവജന സംഘടനകൾ ദില്ലിയിൽ പറഞ്ഞു. The government is spreading blatant lies on Rohit Vemula's suicide and the issues related to Jawaharlal Nehru University. രോഹിത് വെമുലയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയും രോഹിത്തിന്റെ മരണത്തിന് ഉത്തരവാദികളുമായ സ്മൃതി ഇറാനി, ബണ്ടാരു ദത്താത്രേയ എന്നിവർ രാജിവെക്കണമെന്നും യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടു. വ്യാജ തെളിവുകളിൽ കേന്ദ്ര സർക്കാർ JNU വിദ്യാർത്ഥികളെ വേട്ടയാടുന്നു. സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കാനാണ് ശ്രമം. ഇതിനെതിരെ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായ മാർച്ച് 23 മുതൽ 31 വരെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന തലസ്ഥാനങ്ങളിലും മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. കന്നയ്യകുമാർ അടക്കമുള്ള JNU വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നും ഇടതു സംഘടനകൾ ആവശ്യപ്പെട്ടു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണെന്ന് പിണറായി വിജയൻ. കർണാടകവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വേണ്ടത് ചെയ്യണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് 3 മലയാളി വിദ്യാർത്ഥികളെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. പൊതുമേഖലാ ബാങ്കുകളിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ ബാങ്ക് ബോർഡ് ബ്യൂറോയ്ക്ക് രൂപം നൽകി. പൊതുമേഖലാ ബാങ്കുകളിൽ സർക്കാർ നിക്ഷേപങ്ങൾ ബാങ്ക് ബോർഡ് ബ്യൂറോ വഴിയാകും നടത്തുന്നത്. മുൻ CAG വിനോദ് റായിയാണ് ബോർഡിന്റെ അധ്യക്ഷൻ.